ഹായ്. മാവ്, വെള്ളം, ഈസ്റ്റ് ഇവ മൂന്നും ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ മാവ് അല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ ഒരേ അനുപാതത്തിൽ അത് യോജിപ്പിച്ച് കഴിയുമ്പോൾ അത് ബാറ്റർ പൊങ്ങി വരും അല്ലേ? എന്നാലും പക്ഷേ അതിന് പേഷ്യൻസ് വേണം, അതായത് ക്ഷമ വേണം. ക്ഷമയില്ലെങ്കിൽ ഒന്നും പൊങ്ങി വരത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ചേർന്നാൽ അതിൻ്റെ ഒരു ഈസ്റ്റ് ചേരുമ്പം നമുക്കത് പൊങ്ങി വരും എന്നറിയാം. പക്ഷേ അതിന് ആ പൊങ്ങി വന്ന് വയ്യ അത് അതിൻ്റെ കൺസിസ്റ്റൻസി രൂപപ്പെടാനായിട്ട് സമയമെടുക്കും. നമ്മൾ വേഗം അടുപ്പത്തേക്ക് വെച്ചു പെട്ടെന്ന് തീ കൊടുത്തു ഭയങ്കര ഇതിൽ അല്ലെങ്കിൽ ഇപ്പോൾ മറിച്ചിട്ട് പൊരിച്ചിട്ട് എടുത്ത് കഴിയുമ്പോൾ അത് ആ ഒരു കേക്കിൻ്റെ കൺസിസ്റ്റൻസി കിട്ടത്തില്ല. ശരിയല്ലേ? അപ്പം നമ്മൾ കേക്ക് പൊങ്ങി വരാൻ വേണ്ടി എടുക്കുന്ന പേഷ്യൻസ് അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങൾക്കും അതേ പേഷ്യൻസ് വേണം. എവറി എഫോർട്ട് യു നീഡ് ഇൻ ടു യുവർ ഡ്രീം ഇറ്റ് ഗ്രോസ് സൈലൻ്റ്ലി, സ്ലോലി, ബ്യൂട്ടിഫുള്ളി. നമ്മളെടുക്കുന്ന ഓരോ എഫോർട്ടും, പണ്ട് പറഞ്ഞിരിക്കുന്നതാണ്, ഓരോ എഫോർട്ടും അത് സ്വപ്നമായിട്ട് മാറാനായിട്ട് അത് വളരെ സാവധാനം, അത് വളരെ നിശബ്ദമായിട്ട്, അതുപോലെ തന്നെ വിടർന്ന് വരുമ്പോഴോ ആ സ്വപ്നം പോയിട്ട് വരുമ്പോഴോ വളരെ ബ്യൂട്ടിഫുള്ളായിരിക്കും. ഒരു പൂ വിരിഞ്ഞ് വരുന്നത് പോലെ തന്നെ. നമ്മളെ ബേക്കിംഗ് പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. ഒരിക്കൽ മിക്സ് ചെയ്ത് വെച്ചാൽ ഉടനെ അത് പൊങ്ങി വരത്തില്ല, പക്ഷേ സമയം കൊടുത്താൽ അത്ഭുതം നടക്കും. അതിനാൽ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. മാവ് പോലെ നമ്മുടെ ഭാവിയും ഇപ്പോൾ പൊങ്ങി അല്ലെങ്കിൽ അത് ഉയർന്നു വരികയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. ഒരു ഡഫ് അല്ലെങ്കിൽ ഒരു ബാറ്റർ എങ്ങനെയാണോ അത് പൊങ്ങി വരുന്നത്, എത്രമാത്രം സമയം എടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മളും പയ്യെ സാവധാനം ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബേക്കിംഗ് ഉപേക്ഷിക്കരുത്. ബേൺ ഔട്ടാകാം. നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കുക. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്.